2025 ഡിസംബർ മാസമാണിത്. അങ്ങനെ 2025 ഇവിടെ അവസാനിക്കാൻ പോയാണ്. ഓരോ വർഷവും കടന്നു പോകുന്നത് നമ്മൾ അറിയുന്നില്ല. ഓരോ മാസം പോലെയാണ് ഓരോ വർഷം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട. എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്ര പെട്ടെന്ന് തന്നെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നിങ്ങളൊരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അടുത്ത വർഷത്തേക്കോ അതിൻ്റെ പിന്നത്തെ വർഷത്തേക്കോ ഒന്നും അധികം നീട്ടിക്കൊണ്ട് പോകേണ്ട. ആഗ്രഹങ്ങൾ എത്ര പെട്ടെന്ന് സാധിക്കാൻ പറ്റുമോ അത്ര പെട്ടെന്ന് സാധിക്കുക. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ പറ്റുന്ന ഒരു ഷോറൂമിലാണ് ഞാൻ നിൽക്കുന്നത്. ഡിസംബർ മാസം ഒരുപാട് നല്ല ക്വാളിറ്റി വാഹനങ്ങൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതും ലോ ബജറ്റ് മുതൽ അത്യാവശ്യം ചെറുവാഹനങ്ങൾ ഒരുപാടെണ്ണം സ്റ്റോക്ക് ഉണ്ട്. പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിൽക്കപ്പെടുന്ന ഷോറൂമിലാണ് ഇന്ന് നിൽക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ തന്നെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പോപ്പുലർ വെഹിക്കിൾസിന്റെ പ്രീ ഓണേഡ് യൂസ്ഡ് ഷോറൂമിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ മണലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ. ട്രിനിറ്റി ഐ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ്. ഒരുപാട് ചെറുവാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. ഈ മാസം എടുക്കുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാണിച്ചു തരുന്ന വാഹനങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ 2 നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇത് ഓഫീസ് നമ്പറാണ് കൊടുക്കുന്നത്. അതായത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. അതിനുശേഷം വിളിച്ചാൽ കിട്ടിയെന്ന് വരില്ല, ഓഫീസ് നമ്പർ ആയതുകൊണ്ട്. കാരണം പെട്ടെന്നല്ല രാത്രിയിലൊക്കെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പരാതി ഒരുപാട് ആളുകൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത്, ഓഫീസ് നമ്പർ ആയതുകൊണ്ട് തന്നെ വൈകിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. ഏകദേശം ഒരു 6 മണി വരെ നമുക്ക് വിളിച്ചാൽ ഈ നമ്പറിൽ കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ കസ്റ്റമറും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വാട്സാപ്പ് വഴി തന്നെ മറുപടിയും കാര്യങ്ങളൊക്കെ ലഭിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആണ് താല്പര്യമുണ്ടെങ്കിൽ ഈ പേജിൽ നിന്ന് ഫോളോ ചെയ്യുക. ഇത് 2020 മോഡലാണ്. മാരുതി സുസുക്കിയുടെ വാഗനർ VXE ആണ് വേരിയന്റ്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. പെട്രോൾ മാനുവലാണ് വരുന്നത്. 4 സിലിണ്ടർ വാഹനമാണ്. അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ കിട്ടും. ഒരു വലിയൊരു വാഹനം, അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 76,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതും ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 4,80,000 രൂപയാണ്. ഇതിൽ നമുക്കൊരു 40,000 രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാൻ പറ്റുന്ന നല്ല വെഹിക്കിളാണ്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ തന്നെ നമുക്ക് ഈ വാഹനത്തിന് 6 മാസത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസും ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ പോവുകയും ചെയ്യാം. ഇത് 2019 മോഡൽ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് VXE ആണ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 80,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനത്തിന് വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 6 മാസത്തെ വാറന്റിന്റെ 3 ഫ്രീ സർവീസ് ഉണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 5,20,000 രൂപ മാത്രമാണ്. ഇതിൽ തന്നെ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഈ മാസം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മീഡിയം ബഡ്ജറ്റിൽ ഒരു ഹ്യുണ്ടായിയുടെ ആയിട്ടാണ് പരിചയപ്പെടാം. ഇത് 2011 മോഡൽ. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. സ്പോർട്സ് ആണ് വേരിയന്റ്. 1.2 പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 1,30,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഇതിൽ 4 ഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, പിന്നെ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ് ഒന്നുമില്ല. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 1,60,000 രൂപയാണ്. ഇത് 2013 മോഡലിൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ആണ്. LXE ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 73,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് വെറും 2 ലക്ഷം രൂപയാണ്. മാക്സിമം നമുക്ക് ലോൺ സൗകര്യം കിട്ടും. അതുപോലെ തന്നെ ഈ മാസം എടുക്കുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 2020 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 എന്ന് പറയുന്ന വാഹനമാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 50,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ കൂടാതെ ABS, എയർ ബാഗ്, അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസർ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വാഹനത്തിന് വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ 6 മാസത്തെ വാറണ്ടി ഉണ്ടാവും. 3 ഫ്രീ സർവീസും ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ പോകാം. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 3,60,500 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ചെറിയ ഇതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് 2019 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ആണ്. LXE ആണ് വേരിയന്റ്. നിലവിൽ 2ാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനം ഉള്ളത്. 75,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഒക്കെ പുറമെ ABS, എയർ ബാഗ്, അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പാണ്. പിന്നെ അതുപോലെ തന്നെ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയർ ഫ്രണ്ടിലത്തെ പുതിയ ടയറാണ്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, കംപ്ലൈന്റ് ഒന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിളാണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 2,80,000 രൂപയാണ്. ഇതിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഈ മാസം എടുക്കുകയാണെങ്കിൽ ഉണ്ടാവും. ഇതിന് 6 മാസത്തെ വാറന്റിന്റെ 3 ഫ്രീ സർവീസ് ഉണ്ട്. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ പോകാം. ഇത് 2017 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 LXE വേരിയന്റ്. 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. പെട്രോൾ എഞ്ചിനാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ക്വാളിറ്റി സീറ്റ് കവേഴ്സ്, ഫോഗ് ലാംപ്സ്, ഫ്രണ്ടിലത്തെ പുതിയ ടയേഴ്സ് ആണ്. ബാക്കിലത്തെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് 2,40,500 രൂപയാണ്. താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക.
ഇത് 2013 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ കേട്ടൺ ആണ്. LX ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 72,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 1,75,000 രൂപയാണ്. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 2019 മോഡൽ മാരുതി സുസുക്കിയുടെ സെലേറിയാണ്. VXA ഓട്ടോമാറ്റിക് ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. വെറും 18,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ VXA എന്ന് പറയുന്ന വേരിയന്റിൽ 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, സെൻട്രൽ ലോക്ക്, ക്വാളിറ്റി സീറ്റ് കവേഴ്സ്, ഫ്ലോർ മാറ്റ്, കണ്ടീഷൻ ടയേഴ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്, കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ 6 മാസത്തെ വാറന്റി, 3 ഫ്രീ സർവീസ്, ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും പോവുകയും ചെയ്യാം. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 4,70,000 രൂപയാണ്. ഈ പറയുന്ന പ്രൈസ് ആസ്കിംഗ് പ്രൈസ് ആണ്. നല്ല രീതിയിൽ മാറ്റും കാര്യങ്ങളൊക്കെ കച്ചവടം ഉണ്ടാവും. 2013 മോഡൽ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. LX ആണ് വേരിയന്റ്. 2ാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. ഓടിയിരിക്കുന്ന കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്. വേറെ മേജർ ആക്സിഡന്റ്, കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. LX എന്ന് പറയുന്ന വേരിയന്റിൽ AC പവർ സ്റ്റിയറിംഗ് മാത്രമാണ് വരിക. ഇതിൽ 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിവേഴ്സ് ക്യാമറ, ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറിംഗ് കാര്യങ്ങളൊക്കെ കണ്ടീഷനാണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 3,34,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് 2020 മോഡലും 21 രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഹ്യുണ്ടായിയുടെ സാൻഡ്രോ സ്പോർട്സ് ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ മാനുവലാണ് വരുന്നത്. 58,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം തന്നെയാണ്. ഈ സ്പോർട്സ് എന്ന് പറയുന്ന വേരിയന്റിൽ 4 ഡോർ പവർ വിൻഡോസ്, അതുപോലെ തന്നെ ABS, എയർ ബാഗ്, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, റിവേഴ്സ് ക്യാമറ, ഡിസ്പ്ലേ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ 1 വർഷത്തെ വാറന്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് വെറും 3,90,000 രൂപയാണ്. ഇത് തന്നെ ചോദിക്കുന്ന പ്രൈസാണ്. നല്ല രീതിയിൽ മാറ്റും കാര്യങ്ങളൊക്കെ ഈ മാസം എടുക്കുകയാണെങ്കിൽ ഉണ്ടാവും. പോരാത്തിന് 1 വർഷത്തെ വാറന്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസമായിട്ട് എടുക്കാം. ഇത് 2008 മോഡൽ മാരുതിയുടെ ഓൾട്ടോയാണ്. LX ആണ് വേരിയന്റ്. 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. 1,50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. റണ്ണിങ് കണ്ടീഷൻ വാഹനമാണ്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷനാണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് വെറും 1,00,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ഇതിലും കുറയും. താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇത് 2008 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ എന്ന് പറയുന്ന വാഹനമാണ്. LX ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 94,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. LX എന്ന് പറയുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും നിലവിലില്ല. റണ്ണിങ് കണ്ടീഷൻ വാഹനമാണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 1,10,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് 2017 മോഡൽ മാരുതി സുസുക്കിയുടെ ബലേന എന്ന് പറയുന്ന വാഹനമാണ്. സിഗ്മ ആണ് വേരിയന്റ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ മാനുവലാണ് വരുന്നത്. വെറും 70,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സിഗ്മ എന്ന് പറയുന്നത് ബേസ് വേരിയന്റ് ആണ്. എന്നിരുന്നാൽ കൂടി AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ABS, എയർ ബാഗ്, മ്യൂസിക് സിസ്റ്റം, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഇതിന് 1 വർഷത്തെ വാറന്റിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 4,50,000 രൂപ മാത്രമാണ്. അതിൽ തന്നെ ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. 2011 മോഡൽ മാരുതി സുസുക്കിയുടെ SX4 എന്ന വാഹനമാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. DD എന്ന് പറയുന്ന ഡീസൽ എഞ്ചിനാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. 98,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ്, കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നിലവിൽ നല്ല കണ്ടീഷൻ വെഹിക്കിൾ ആണ്. ഒരു ഡീസൽ വാഹനം സെഡൻ സെഗ്മെന്റ് ഒക്കെ നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വെഹിക്കിളാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ഈ വാഹനത്തിന് ഇപ്പോൾ ചോദിക്കുന്ന പ്രൈസ് 1,90,000 രൂപ മാത്രമാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഈ മാസം എടുക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 2016 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ആണ്. 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. LX ആണ് വേരിയന്റ്. 70,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ വാഹനത്തിന് ഇപ്പോൾ ചോദിക്കുന്ന പ്രൈസ് 2,50,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഈ മാസം ഉണ്ടാവും. ഇത് 2018 മോഡൽ മാരുതി സുസുക്കിയുടെ വാഗനർ VXA ഓട്ടോമാറ്റിക് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആണെങ്കിലും കിട്ടുന്ന ഒരു സെഗ്മെന്റ് വാഹനം തന്നെയാണ്. 66,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 ഡോർ പവർ വിൻഡോ, അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ, ബാക്ക് വൈപ്പർ, ഫോഗ് ലാംപ്സ്, കണ്ടീഷൻ ടയേഴ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനൊക്കെ പുറമെ നല്ല ക്വാളിറ്റിയുള്ള ലെതറിന്റെ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. നല്ല ഹൈ ക്വാളിറ്റി വാഗനറാണ്. ഈ വാഹനത്തിന് ഇപ്പോൾ ചോദിക്കുന്ന പ്രൈസ് 4,40,000 രൂപയാണ്. ഏകദേശം ഒരു 40,000 രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ഇറക്കാം. 1 വർഷത്തെ വാറന്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. വാഹനങ്ങൾ ഓടിച്ചു പഠിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു എമൗണ്ടിന് ഒരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു വാഹനം ഞാൻ പരിചയപ്പെടുത്തി തരാം.
ഇത് 2007 മോഡല് ഹ്യുണ്ടായുടെ സാൻഡ്രോക്ക് സിംഗ് എന്ന വാഹനമാണ്. GLS ആണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത്. 98,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പേപ്പേഴ്സും കാണാനെല്ലാം ക്ലിയർ ആണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 70,000 രൂപ മാത്രമാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഈ മാസം ഉണ്ടാവും. ഇത് 2008 മോഡല് മാരുതി സുസുക്കിയുടെ Zen Estilo എന്ന് പറയുന്ന വാഹനമാണ്. LX ആണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 1,10,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. നല്ല രീതിയിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഡിസംബർ മാസം വാഹനം എടുക്കുകയാണെങ്കിൽ ഉണ്ടാവും. ഇത് 2008 മോഡൽ ഹ്യുണ്ടായുടെ സാൻഡ്രോക്ക് സിംഗ് ആണ്. XE ആണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. 89,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കണ്ടീഷൻ വാഹനമാണ്. പിന്നെ ടയറിങ് ആളെ കണ്ടീഷനാണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 1,10,000 രൂപയാണ്. ഇത് 2012 മോഡല് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ ആണ്. VDI ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. നല്ല രീതിയിൽ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സെഡാൻ സെഗ്മെന്റ് വാഹനം തന്നെയാണ്. 76,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് 3,15,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇത് 2007 മോഡലും 2008 രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള മാരുതി സുസുക്കിയുടെ വാഗനർ VX മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനം. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഫോഗ് ലാംപ്സ്, കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും നിലവിലില്ല. കണ്ടീഷൻ വാഹനമാണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 1,10,000 രൂപയാണ്. ഇത് 2011 മോഡല് മാരുതി സുസുക്കിയുടെ വാഗനർ ആണ്. LX ആണ് വേരിയന്റ്. LPGയും പെട്രോളും നമുക്ക് യൂസ് ചെയ്യാം. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് ആണെങ്കിൽ 2,20,000 രൂപയാണ്. ഒരു ചെറിയ രീതിയിലുള്ള മാറ്റം കാര്യങ്ങളൊക്കെ കച്ചവടം ഉണ്ടാവും. താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക.